എല്ലാവരും എഴുന്നേൽക്കണേക്കാൾ മുമ്പൊന്ന് എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ രാവിലത്തെ ആ ഒരു നിശബ്ദതയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് ഒരു നല്ലൊരു സ്മെല്ല്, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കൊതുകും ഈച്ചയൊക്കെ ഒന്ന് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് തലേ ദിവസം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഉറയരിഞ്ഞ് വെച്ച തൈരായിരുന്നു. പുളിയൊക്കെ പാകത്തിനായി ഒന്ന് നോക്കിയതിന് ശേഷം പുളി കൂടാതിരിക്കാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പുറത്തിറങ്ങി ഒന്ന് നടക്കുകയോ ഓടുകയൊക്കെ ചെയ്ത് ഗേറ്റ് തുറന്ന് പത്രം എടുത്ത് അങ്ങനെ ഒരു കൃത്യനിഷ്ഠയോടെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാറ് പൊടി വാട്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. ഇത് തന്നെ 2 തരത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ പിന്നീട് റെസിപ്പി ഇടാം കേട്ടോ. പിന്നെ എന്താ പറയുക, പുട്ടിൻ്റെ ആ പൊടി വാട്ടിലൊക്കെ കഴിഞ്ഞ് അത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം പുഴുങ്ങിയതാണ് പുട്ടിൻ്റെ കൂടെ ഇന്ന്. പിന്നെ നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഇടയിൽ തുറന്നിട്ടു. പിന്നെ അടുക്കള വാതിൽ തുറന്നിട്ടു. അപ്പോൾ നമ്മുടെ പൂച്ചകളൊക്കെ അവിടെ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ തുറന്നിരിക്കണതും അല്ലാത്തതൊക്കെ തുടച്ചൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ തണുത്ത് വന്നതിന് ശേഷം മിക്സിയിൽ പൊടിച്ചിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങ കൂടെ ചെണ്ടെന്നാണ്. ഈ പച്ച തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ എടുത്തു വെച്ചു. അങ്ങനെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാലും കുപ്പി പുറത്ത് വയ്ക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗേറ്റിൻ്റെ താഴത്തെ കുറ്റി തുറന്നിടാൻ മറന്നുപോയി. ഇന്ന് വീഡിയോയൊക്കെ എടുക്കണ ആ ഒരു ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നിരന്ന പാത്രങ്ങളൊക്കെ അങ്ങ് അപ്പം കഴുകി ഒതുക്കി പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ എല്ലാം കൂടി ചിലപ്പോൾ നടന്നോളുന്നില്ല. പിന്നെ ഇവിടുത്തെ കാര്യം ആയതുകൊണ്ട് എപ്പോഴാണ് ആരെങ്കിലുമൊക്കെ വന്നതെന്ന് പറയാനും പറ്റില്ല കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ കൂടെ ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പണിയും തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവർക്കും ഒന്ന് സ്വസ്ഥമായതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മഴ പെയ്യുന്നത് എല്ലാവരും ചോദിച്ചിരുന്നു മഴയുണ്ടോയെന്ന്. ശരിക്കും ഒറിജിനൽ മഴയല്ല, ആർട്ടിഫിഷ്യലായിട്ടുള്ള മഴയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുത്തു. പിന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു. മുറ്റടിക്കാന്ന് പറയുമ്പോൾ ഒരു ചേച്ചി വരും. പക്ഷേ ചേച്ചി ഇതുപോലെ അരികും മൂലയൊന്നും ചേർത്തടിക്കില്ല, ഇടയിലൊന്നും അടിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ച് നടുക്കോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് പണികളാണ്. അതായത് ഞാൻ മഷ്റൂം വാങ്ങിയതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഏകദേശം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയെന്ന്. എൻ്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഈ ഒരു ബിരിയാണി പോട്ട് വാങ്ങിയിട്ട് എന്താണോ ഫുൾ ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഐശ്വര്യമാണ് എന്തായാലും ബിരിയാണി പോട്ടിന്. സത്യത്തിൽ ഇവിടെ ബിരിയാണി ഉണ്ടാക്കൽ വളരെ കുറവാണ്. കാരണം ഇവിടെ ഇക്കാക്ക് മീനും പിന്നെ ഞണ്ട്, ചെമ്മീൻ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. ഇറച്ചി തീരെ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് മടിയാവുമല്ലോ പിന്നെ ഉണ്ടാക്കാനായിട്ട്. 3 മാസത്തേക്ക് ഇക്കാക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്കമാലിയിലാണ് കേട്ടോ ജോലി. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനോ രാത്രി പിന്നെ ചോറിനാണോ സ്വഭാവം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞങ്ങളങ്ങനെ ബിരിയാണി കൊണ്ടൊരു മേളം തന്നെ ആയി പോണതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് എപ്പോഴും ഓർക്കും കേട്ടോ, ഞാൻ വീഡിയോസിനൊക്കെ വോയിസ് കൊടുക്കുന്നതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ചില വാക്കുകളൊക്കെ ഇങ്ങനെ തെറ്റിയും പറഞ്ഞൊക്കെ പോകാൻ കേട്ടോ. ആരോ ഒരു കമൻ്റ് ഇട്ടുണ്ടായിരുന്നു മലയാളം ഗ്രാമർ എന്ന് പറഞ്ഞിട്ടോ. എനിക്കത് എന്നാന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഒരു 100 കൂട്ടം ചിന്തയിൽ ഇരുന്നിട്ട് എനിക്ക് വോയിസ് കൊടുക്കുന്നത്. വോയിസ് കൊടുത്തതിന് ശേഷവും ഞാൻ 2 3 പ്രാവശ്യമൊക്കെ കേൾക്കാറുണ്ട്. എന്നാലും ആ സമയത്ത് മനസ്സ് തിരക്കിലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറയുന്നതിലുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വോയിസ് കൊടുക്കുമ്പോൾ തന്നെ കുറച്ചിപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വെളുപ്പിനോ ആണെങ്കിൽ പിന്നെ കൊടുക്കുന്നത് പാതിരാത്രി ഒന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അടുക്കളയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കൊറിയറും വന്നു. ഇത് പുതിയതായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ആർട്ട് വർക്കിൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഇത് എപ്പോൾ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പിടുത്തമൊന്നുമില്ല കേട്ടോ. കാരണം സമയം തീരെയില്ല. എപ്പോഴെങ്കിലും ഒരു ഇൻട്രസ്റ്റ് തോന്നിയാൽ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങി വെച്ചതാണ്. ഉമ്മ വയ്യാണ്ട് കിടക്കണോണ്ട് എപ്പോൾ വേണമെങ്കിലും വിരുന്നുകാർ വരാം കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഒരു ടെൻഷനാണ് കിച്ചൺ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ. അങ്ങനെ അടുക്കള ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി കഴിക്കണത്. അപ്പോൾ കഴിക്കാൻ ഞാനും ഉമ്മാക്ക് കൂട്ടി നിൽക്കുന്ന പെങ്കോച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇന്ന പോലെ വേണം നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു തട്ടിക്കൂട്ട് സലാഡൊക്കെയാണ് ഞങ്ങൾ ഒപ്പിക്കുക കേട്ടോ. പിന്നെ ഈ ചെടിയൊക്കെ നനയ്ക്കുന്നത് ശരിക്കും വൈകുന്നേരം സന്ധ്യ ആവാറായിട്ടോ. അപ്പോഴാണ് ഇന്ന് വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് സത്യത്തിൽ ഒന്നിനും സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെയാണ് ചെടി നനയ്ക്കാറ്.